നമസ്കാരം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചാർട്ട് ഏഞ്ചൽ വണ്ണിൻ്റെ ചാർട്ടാണ്. ഏഞ്ചൽ വണ്ണിൻ്റെ ചാർട്ടിൽ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഡെയിലി ക്യാൻഡിലാണ് ഈ ചാർട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക ഒരു പാറ്റേൺ ഫോർമേഷൻ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിൽ നമുക്ക് ഒരു 2024 ജാനുവരി തൊട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 ഇയറിൻ്റെ ഒരു പാറ്റേൺ ഫോർമേഷൻ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതിലൊരു ബ്രേക്കൗട്ട് തന്നു. ഇനി ഒരു റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ദ പാറ്റേൺ ഈസ് ഏതാണ് നമുക്ക് വരച്ച് നോക്കാം. ഇതൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് ഈ ഹെഡിൻ്റെ ഡെപ്തിലുള്ള ഒരു റിട്ടേൺ, അതായത് ഓൾമോസ്റ്റ് 50-60% അപ്പ് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയിൽ നമുക്ക് ഈ ഒരു റിട്ടേൺ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ തരാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു പാറ്റേൺ ആണ് ഈ ഫോം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സ്റ്റോക്ക് ലൈവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3389 എന്നുള്ള റേഞ്ചിലാണ്. അതായത് 3400 അറൗണ്ട് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ 3497 ഹൈ ഇത് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതിവിടെ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിൽ ആ റെസിസ്റ്റൻസ് ബീറ്റ് ചെയ്യാനാവാതെ പിന്നീട് താഴേക്ക് വരികയായിരുന്നു. ആൻഡ് ഇതൊരു റീടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3300 അറൗണ്ട് നമുക്കൊരു റീ എൻട്രി ഇതിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. 3300 ഒരു എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു നിയർ ബൈ ടാർഗറ്റ് ആയിട്ട് 3900 കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫെർദർ അപ്പ് മൂവും എക്സ്പെക്റ്റ് ചെയ്യാം അത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. ബട്ട് ഇൻ ആൻഡ് അറൗണ്ട് 3300 എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് 3900 ടാർഗറ്റ് ടച്ച് ചെയ്യുമ്പോഴേക്ക് തന്നെ ഓൾമോസ്റ്റ് ഒരു 18% റിട്ടേൺ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. വോളിയം കമ്പാരിറ്റീവ്ലി നല്ല വോളിയം വരുന്നുണ്ട്. അതുപോലെ തന്നെ RSI ഉണ്ട്. നമുക്കൊരു സ്വിംഗ് ട്രേഡിന് വേണ്ടി നല്ലൊരു പിക്കായിട്ട് എനിക്ക് തോന്നുന്നു. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്കിനി ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കിയാലും ഈ ഒരു പാറ്റേൺ ഫോർമേഷൻ ക്ലിയർ ആണ്. സോ നമുക്ക് ഒരു ഹയർ ടാർഗറ്റും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ഇപ്പോൾ കാണുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ് ആണ്. അതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോർട്ടർ ടൈം പീരീഡിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ്സിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾസോ നമുക്ക് ഈ ഒരു റേഞ്ച് കാണാനായിട്ട് സാധിക്കും. റെസിസ്റ്റൻസ് ലെവല് ഇതിൽ നമ്മളുടെ ഡിസിഷനാണ് എത്ര പെർസെൻ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ സപ്പോർട്ടായിട്ടും നമ്മുടെ ടാർഗറ്റ് എത്രയായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ഡിസിഷൻ ആയിരിക്കും. ജസ്റ്റ് ഒബ്സർവ് ചെയ്തപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നമുക്കിതിവിടെ ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇത് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യും എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിവിടെ മാർക്ക് ചെയ്തിട്ടേക്കാം. And that's all about Angel One. Thank you.